വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവവചനമായ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ആധികാരികമായി നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? അത് ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം പരിശോധിക്കുവാനായിട്ട് ഉതകുന്ന ചില ചോദ്യങ്ങൾ നിങ്ങളോട്, നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുവാൻ നിങ്ങൾക്ക് സഹായകമാകുന്ന ചില ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. എൻ്റെ സൃഷ്ടാവ് ആരാണ്? യേശു ക്രിസ്തുവാണ്. അതിന് വചനത്തിൽ അടിസ്ഥാനമുണ്ട്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ ആയ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി എന്നാണ് ദൈവവചനത്തിൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നാം ചിന്തിക്കണം, എൻ്റെ പാപപരിഹാരാർത്ഥം മനുഷ്യനായി അവതരിച്ച ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളുടെ പേര് എന്താണ്? അത് യേശു ക്രിസ്തു എന്നാണ്. അവൻ ദൈവപ്രതിമയായ ദൈവത്തിൻ്റെ, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ്, പ്രതിമയാണ്. അവൻ മാത്രമാണ് ദൈവത്തിൻ്റെ പ്രതിമ. നാമൊക്കെ യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ പ്രതിമകളായി തീരേണ്ടവരാണ്. വീണ്ടും, എൻ്റെ പാപപരിഹാരാർത്ഥം രക്തം ചിന്തി ക്രൂശിൽ മരിച്ചത് ആരാണ്? പറയൂ. യേശു ക്രിസ്തു മാത്രമാണ്. ഒരു വിശുദ്ധനുമല്ല, വേറെ ഒരു മനുഷ്യനുമല്ല. ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യരോട് ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടമാക്കിയത് ആരാണ്? യേശുവോ, മറിയമോ, വിശുദ്ധരോ? തർക്കമല്ലാത്ത കാര്യമാണ്, യേശു ക്രിസ്തു തന്നെയാണ് നമ്മെ ഏറ്റവും അധികം സ്നേഹിച്ചത്. ഏതെങ്കിലും ഒരു പാപി മറിയത്തിൻ്റെ അടുക്കൽ രക്ഷ പ്രാപിക്കാൻ വന്നതായി ബൈബിളിൽ കാണുന്നുണ്ടോ? ബൈബിൾ പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഏതെങ്കിലും പാപികൾ യേശുവിൻ്റെ അടുക്കൽ പാപമോചനത്തിനും രക്ഷയ്ക്കുമായി വന്നിട്ടുള്ളതായി ബൈബിളിൽ പറയുന്നുണ്ടോ? തീർച്ചയായും പറയുന്നുണ്ട്. മറിയത്തിൻ്റെ അടുക്കൽ ആരെങ്കിലും രോഗസൗഖ്യത്തിനായി വന്നതായോ, മറിയം ആരെയെങ്കിലും സൗഖ്യമാക്കിയതായോ ബൈബിളിൽ പറയുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. ആരെങ്കിലും യേശുവിൻ്റെ അടുക്കൽ രോഗസൗഖ്യത്തിനായി വന്നതായി ബൈബിളിൽ പറയുന്നുണ്ടോ? ഉണ്ട്. തീർച്ചയായും അനേകർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അങ്ങനെ സഹായത്തിനായി യേശുവിനെ സമീപിച്ചവരെ യേശു ശകാരിച്ചതായി ബൈബിളിൽ എന്തെങ്കിലും തെളിവുണ്ടോ? അങ്ങനെ വന്നവർക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് യേശു അവരെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. മറ്റുള്ളവരുടെ ഓരോ റെക്കമെൻഡേഷനും യേശുവിന് അവരെ സഹായിക്കുവാനായി ആവശ്യമുണ്ടായിട്ടില്ല. യേശു എന്നെങ്കിലും ആരോടെങ്കിലും മറിയത്തിൻ്റെ അടുക്കലേക്ക് പോകുക, അവൾ നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. യേശു എന്നെങ്കിലും ആരോടെങ്കിലും നിങ്ങൾ പോയി മറിയത്തിൻ്റെ ഒത്താശയുമായി മാത്രം എൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. യേശു പാപികളോട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പാപികളെ രക്ഷിക്കുവാൻ വന്നവനാണ് അവൻ. തൻ്റെ കൂട്ടത്തിലുള്ള 99 വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിൻ്റെ പിന്നാലെ പോകുന്ന നല്ല ഇടയനാണവൻ. അവൻ പാപികളെ അന്വേഷിച്ചു വന്നവനാണ്. എത്ര കൊടും പാപിയാണെങ്കിലും യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ അവൻ സ്നേഹപൂർവ്വം നമ്മെ സ്നേഹിക്കുന്നവനാണ്, സ്വീകരിക്കുന്നവനാണ്. പാപികളെ രക്ഷിക്കാൻ കഴിവുള്ളത് യേശുവിനാണോ, മറിയത്തിനാണോ, വിശുദ്ധന്മാർക്കാണോ? തീർച്ചയായും യേശുവിന് മാത്രമാണ്. യേശുവിന് പാപികളോടുള്ള
തൻ്റെ സ്നേഹവും കരുണയും അവരെ രക്ഷിക്കുവാനുള്ള തൻ്റെ കഴിവും ഇന്ന് കുറഞ്ഞു പോയോ? ഒരിക്കലുമില്ല. അവനെന്നും എന്നും എന്നേക്കും അനന്യൻ തന്നെ, മാറ്റമില്ലാത്തവനാണ്. അവൻ്റെ കഴിവുകൾ കുറഞ്ഞിട്ടില്ല, അവൻ്റെ മനസ്സ് മാറിയിട്ടില്ല. യേശു തൻ്റെ ശക്തിയും അധികാരവും മറിയത്തിനോ വിശുദ്ധർക്കോ കൈമാറ്റം ചെയ്തോ? ഇല്ല. ബൈബിളിലെ യേശുവിൻ്റെ അമ്മയായ മറിയം താൻ ഏതെങ്കിലും കാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ബൈബിളിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബൈബിളിൽ അങ്ങനെ ഒന്നും മറിയം പറഞ്ഞിട്ടില്ല. ബൈബിളിലെ മറിയം, യേശുവിൻ്റെ അമ്മയായ മറിയം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാം സഭാപ്രസ്ഥാനങ്ങളുടെ ചില അധികാരികളുടെ ഊഹങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചെടുത്ത പ്രമാണങ്ങളും പാരമ്പര്യങ്ങളുമാണ്. അത് ബൈബിളിലില്ലാത്തതും ബൈബിളിൻ്റെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായതുമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? മറിയത്തിനോ വിശുദ്ധർക്കോ ഇങ്ങനെ കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാനോ മാധ്യസ്ഥം വഹിക്കാനോ വാഗ്ദാനങ്ങൾ നൽകാനോ ഉള്ള അധികാരമോ ശക്തിയോ യേശു ക്രിസ്തു അവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു വാഗ്ദാനം യേശു ക്രിസ്തുവിൽ നിന്നോ ദൈവവചനത്തിൽ നിന്നോ അപ്പസ്തോലന്മാരിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വചനത്തിന് പുറത്ത് പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദൈവഹിതത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നിർമ്മിച്ചെടുത്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രബോധനങ്ങളിൽ നിന്ന് വിട്ടുമാറേണ്ടത് ഒരു ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ദൈവത്തിനും ജനങ്ങൾക്കും മധ്യേ ജനങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുവാൻ കഴിവുള്ള ഏക ആൾ എന്ന് ബൈബിൾ ആരെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? വ്യക്തമായും യേശു ക്രിസ്തുവിനെക്കുറിച്ച് അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. താനോ മറ്റാരുമോ പറയുന്നതല്ല, മറിച്ച് യേശു പറയുന്നത് മാത്രമാണ് അനുസരിക്കേണ്ടത് എന്ന് മറിയം എന്നെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്നാണ് മറിയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ നേരിട്ട് സമീപിക്കുവാനും ദൈവത്തോട് നേരിട്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും യേശു തൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് നേടിത്തന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ലേ? എങ്കിൽ പിന്നെ എന്തുകൊണ്ട് താങ്കൾക്ക് യേശുവിനെ നേരിട്ട് സമീപിച്ചുകൂടാ? അതല്ലേ ദൈവത്തിന് ഏറ്റവും സന്തോഷമുള്ളത്. ആ ദൈവ സന്തോഷം പൂർത്തീകരിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ പൂർത്തീകരിക്കുവാൻ എന്തുകൊണ്ടാണ് ദൈവികമായ ആ പ്രമാണത്തെ അനുസരിക്കുവാൻ നിൻ്റെ ആത്മാവ് നിന്നെ അനുവദിക്കാത്തത്? നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കൊക്കെ വാസ്തവമായി മറുപടി പറയുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ വാസ്തവമായി ചിന്തിക്കുന്നുണ്ടോ? ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ ചിന്താ മണ്ഡലങ്ങളെ ഒന്ന് ക്രമീകരിക്കുവാൻ, ക്രിസ്തുവിൽ ഒന്ന് വളരുവാൻ, ദൈവത്തോട് ഒരുപടി അടുക്കുവാൻ, അങ്ങനെ ദൈവം നിങ്ങളോട് വാസ്തവമായി അടുത്തു വരുന്ന ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം? ദൈവമല്ലാത്തവരുടെ മുൻപിൽ, ദൈവമല്ലാത്തവരുടെ പ്രതിമകളുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരെ പത്രോസിൻ്റെ മനോഭാവത്തോടെ അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും പാരമ്പര്യ സഭാ അധികാരികളെ താങ്കൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെ പറ്റി താങ്കൾ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പത്രോസിൻ്റെ ആ മനോഭാവം, പത്രോസിൻ്റെ ആ പാരമ്പര്യ സഭകളെന്ന് അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ചയുണ്ട് എന്ന് അഭിമാനിക്കുന്ന, എന്ന ഭോഷ്ക് പറയുന്ന സഭകളിൽ പത്രോസിൻ്റെ മനോഭാവം, പ്രതിമകൾക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ കഴിയാത്ത ഒരു പാരമ്പര്യം, അത് അപ്പസ്തോലികമായ പാരമ്പര്യമാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? മറിയമാകട്ടെ വിശുദ്ധരാകട്ടെ മരിച്ച ശേഷം ജീവിച്ചിരിക്കുന്നവർക്കായി പ്രാർത്ഥിച്ചതായി ബൈബിളിൽ എന്തെങ്കിലും തെളിവുണ്ടോ?
മരിച്ചവരോടുള്ള പ്രാർത്ഥനയിലും അതിനോട് ബന്ധപ്പെട്ട ആചാരങ്ങൾ, തിരുശേഷിപ്പ്, വിഗ്രഹങ്ങൾ, തിരുസ്വരൂപങ്ങൾ എന്നിവയെ വണങ്ങുന്നതിലും സാത്താൻ്റെ സ്വാധീനം എത്രമാത്രമുണ്ട് എന്ന് ഒന്ന് പരിശോധിക്കുവാൻ, ഒന്ന് ചിന്തിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? യേശുവിന് തൻ്റെ മധ്യസ്ഥ ജോലി യേശുവിന് തനിയെ ഫലപ്രദമായി ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ച് അതുകൊണ്ട് സഭകൾ വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ച ചിലരുടെ കൂടി സഹായം ആവശ്യമാണെന്നും അങ്ങനെ വരുത്തി തീർക്കുകയും ചെയ്യുന്നത് ശരിയാണ്. അങ്ങനെ സഭകൾ യഥാർത്ഥ യേശുവിനെ വെട്ടിച്ചുരുക്കി കൊച്ചാക്കി ചിത്രീകരിക്കുവാനല്ലേ ശ്രമിക്കുന്നത്? എന്നാൽ യഥാർത്ഥ യേശു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ളവനാണ് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് തിരിച്ചറിയുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ സർവാധികാരമുള്ള യേശുവിനെ ചില സഭകൾ തങ്ങളുടെ തന്നെ സൃഷ്ടികളായ ചില മനുഷ്യ മധ്യസ്ഥന്മാരുടെ തട്ടിലേക്ക് തരം താഴ്ത്തുന്നു. എന്തിനാണ് യേശു ക്രിസ്തുവിനെ ഇങ്ങനെ തന്ത്രപരമായി പാരമ്പര്യത്തിലൂടെ, തങ്ങളുടെ ആചാരങ്ങളിലൂടെ, അനുദിനം ജീവിത സാഹചര്യങ്ങളിലൂടെ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായ അനുഭവങ്ങളിലൂടെ എന്തുകൊണ്ടാണ് യേശുവിനെ ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരുന്നത്? യേശുവിൻ്റെ പ്രസക്തി അനുദിന ജീവിതത്തിൽ കുറച്ച് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, സ്വന്തം പാപങ്ങളിൽ നിന്നുള്ള വിടുതലിന് നമ്മുടെ സഹായം ആവശ്യമുള്ളവർക്ക് എങ്ങനെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ കഴിയും? സർവശക്തനായ യേശു ക്രിസ്തു എന്ന മാധ്യസ്ഥൻ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായി സദാ വാദിക്കുവാനുള്ളപ്പോൾ നാം എന്തിനാണ് മനുഷ്യരായ ഇത്തരക്കാരുടെ മാധ്യസ്ഥത്തിനായി ശ്രമിക്കുന്നതും ചിന്തിക്കുന്നതും അതിനായി സമയം വൃഥാ ചെലവഴിക്കുന്നതും? അത് ഒരു അനാവശ്യമായ ഭക്തിപ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഇത്തരക്കാരോട് മധ്യസ്ഥം അപേക്ഷിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ ഏകമധ്യസ്ഥൻ എന്ന സ്ഥാനത്തെ വെല്ലുവിളിക്കുകയും അങ്ങനെ യേശുക്രിസ്തുവിനെ തന്ത്രപരമായി തരം താഴ്ത്തുകയും ചെയ്യുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ, ഒരു ഗൂഢതന്ത്രത്തിൻ്റെ, മാനുഷികം എന്നതിലപ്പുറത്തേക്ക് ഒരു സാത്താനീയമായ ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് ചിന്തിക്കുന്നതിൽ താങ്കൾ വിജയിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ? വചനം അതിന് ചേർന്ന് പോകുന്ന കാര്യങ്ങളല്ലേ പ്രസ്താവിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ദൈവിക മനുഷ്യൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി നിങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ടോ? പാപങ്ങളിൽ നിന്നുള്ള വിടുതൽ മരണത്തിന് മുമ്പ് പ്രാപിക്കേണ്ടതാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ സാങ്കത്യം, ലോജിക്ക്, അതിൻ്റെ ആ റീസണബിൾനെസ് എന്ത് അടിസ്ഥാനമാണ് നിങ്ങൾ കാണുന്നത്? ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവരെ പ്രാർത്ഥിച്ച് സഹായിക്കാം എന്ന ചിന്ത അനേകരെ തങ്ങളുടെ ജീവിതകാലത്ത് ആത്മീയ കാര്യങ്ങളിൽ അലസരായി തീർക്കുന്നു എന്നുള്ളത് ശരിയല്ലേ? അവർ ചിന്തിക്കുന്നത് ജീവിക്കുമ്പോൾ എങ്ങനെയും ജീവിക്കാം, മരിച്ചു കഴിയുമ്പോൾ മക്കളോ ബന്ധുക്കാരോ ഒക്കെ പ്രാർത്ഥിച്ച് എന്നെ സ്വർഗത്തിലോട്ട് കരേറ്റിക്കൊള്ളും എന്ന ഒരു ചിന്ത പലരുടെയും മനസ്സിലുണ്ട്. അതിനാൽ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവരെ പ്രാർത്ഥിച്ച് സഹായിക്കാമെന്ന ഒരു ആശയം വളരെ വഞ്ചനാപരമായ ഒരു ആത്മീയ വ്യാപാരമായിട്ട് താങ്കൾക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥനയിലൂടെ സർവശക്തനായ ദൈവത്തെ ദൈവവചനപ്രകാരം സ്വാധീനിക്കാമെന്നിരിക്കെ എന്തിനാണ് ദൈവവചന വിരുദ്ധമായി മരിച്ചുപോയവരെ മനുഷ്യർ വിശുദ്ധരാക്കിയവരെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നത്? യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയാത്തവർ എന്തുകൊണ്ടാണ് യേശു പറയാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നത്? അവ ദൈവവചന വിരുദ്ധമാണെന്നും
ദൈവകോപത്തിന് കാരണമാകുമെന്നും അത്തരം സാഹചര്യങ്ങൾ പൈശാചിക ശക്തികൾ നിയന്ത്രണത്തിലാക്കുമെന്നും വ്യക്തമായിട്ട് അറിയാമായിരിക്കെ എന്തിനാണ് നാം അത്തരം കാര്യങ്ങളിൽ ഉത്സാഹം കാണിക്കുന്നത്? മരിച്ചവരെ അത്ഭുത പ്രവർത്തകരാക്കി ചിത്രീകരിക്കുന്നതിൻ്റെ ലാഭവും പ്രയോജനവും ലക്ഷ്യവും എന്താണ്? ആത്മീയ വ്യാപാരം ഭംഗിയായി നടത്തി ലാഭം പ്രസ്ഥാന നേതാക്കളുടെ പക്കൽ എത്തും എന്നുള്ളതല്ലേ അതിൻ്റെ കുടില തന്ത്രം? എളുപ്പത്തിൽ തടിതപ്പുകയും ചെയ്യാം. കാരണം തങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്നോ ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിച്ചു തരാമെന്നോ ഈ നേതാക്കൾ വാഗ്ദാനം ചെയ്യുന്നില്ല. മരിച്ചുപോയ വിശുദ്ധരും അപ്രകാരമുള്ള വാഗ്ദാനങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ മരിച്ചവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്ന നേതാക്കൾ അത്തരം വാഗ്ദാനങ്ങൾ കൊടുത്ത് ലാഭമുണ്ടാക്കുന്നു. അതൊരു ഭയങ്കര വ്യാപാരമാണ്. മരിച്ചവർക്കെതിരെ ആർക്കും പരാതി കൊടുക്കാനാവില്ലല്ലോ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നേതാക്കൾ ഉത്തരവാദിത്വം മുഴുവൻ മരിച്ച വിശുദ്ധരുടെ തലയിലേക്ക് ഇട്ടിരിക്കുകയാണ്. അത്ഭുതങ്ങൾ ചെയ്യുക, ആളുകൾക്ക് പ്രയോജനമുണ്ടാക്കി കൊടുക്കുക, അതൊക്കെ മരിച്ച ആളിൻ്റെ ഉത്തരവാദിത്തമാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ പേരിൽ നേർച്ചപ്പെട്ടിയിൽ വരുന്ന പണം എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഒരു ഭയങ്കര തട്ടിപ്പാണ്. നേതാക്കളുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാമ്യം യേശുവിൻ്റെ സ്വഭാവത്തോടാണോ അതോ സാത്താൻ്റെ സ്വഭാവത്തോടാണോ എന്ന് തട്ടിച്ച് നോക്കിയാൽ, താരതമ്യപ്പെടുത്തി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സത്യം വെളിപ്പെട്ടു വരും. ശാന്തനും വിനീത ഹൃദയനുമായ യേശുവിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം ആഡംബരങ്ങളോടുകൂടിയ ഭക്തി പ്രകടനങ്ങളിൽ എന്തെങ്കിലും വൈരുദ്ധ്യം കാണുവാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? വിശുദ്ധരോടുള്ള ഭക്തിക്ക് സാമ്പത്തിക വരുമാനവുമായി ബന്ധമുണ്ടോ? ഇന്നത്തെ നിലയിൽ മരിച്ചുപോയ ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ ഉണ്ടാകുന്ന ചെലവ് എത്രയാണെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധരോടുള്ള ഭക്താഭ്യാസങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വരുമാനം എത്രയാണ് സഭയ്ക്ക്? സ്വാർത്ഥ ലാഭത്തിനും പുരോഹിതവർഗത്തിൻ്റെ അധികാരത്തിനും സ്ഥാപിത താൽപ്പര്യങ്ങൾക്കുമായി മനുഷ്യർ ഉണ്ടാക്കിയെടുക്കുന്ന വിശുദ്ധ പദവികൾ, അതായത് ചിലർക്ക് വിശുദ്ധരെന്ന പ്രതിച്ഛായ കൊടുക്കുന്ന ഒരു വ്യവസായം, അത് ഒരു വലിയ ആത്മീയ വ്യാപാരമായി തീർത്തിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് ചേരുന്നതാണ്. ദൈവവചനത്തിൻ്റെ സ്വഭാവത്തിനും തത്വങ്ങൾക്കും പ്രബോധനങ്ങൾക്കും ഉപദേശങ്ങൾക്കും ചേരുന്നതാണോ എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെയൊന്ന് ചിന്തിക്കുവാനുള്ള ഒരു ബോധം, ഒരു ആത്മാർത്ഥത, ഒരു സത്യസന്ധത നിങ്ങൾക്ക് ഉണ്ടാകാത്തത്? വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ അടിസ്ഥാന കാരണങ്ങൾ ദൈവത്തിലുള്ള അവിശ്വാസവും സ്വാർത്ഥതയും ഭയവും ദ്രവ്യാസക്തിയും അധികാരമോഹവും ഒക്കെ അല്ലേ? നിങ്ങൾ ക്രിസ്തുവിൻ്റെ നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണോ? അതോ വെറുമൊരു നാമമാത്ര ക്രിസ്ത്യാനിയാണോ? ഒരു ക്രിസ്തീയ ഭവനത്തിൽ, കുടുംബത്തിൽ, പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചു എന്നതിലപ്പുറത്ത് ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയുവാൻ ബൈബിൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ബൈബിളിൽ പറയുന്ന ദൈവികമായ സത്യങ്ങൾ, ദൈവികമായ സ്വഭാവങ്ങൾ, ദൈവം മനുഷ്യനോട് ഇടപെട്ട ചരിത്ര യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇനി ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നു, ആ കാര്യങ്ങളെപ്പറ്റി ബൈബിൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ബൈബിളിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ഒരു ആത്മീയമായ താല്പര്യം, ഒരു നിർബന്ധം നിങ്ങളുടെ അകത്തു നിന്നുണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് അനേകം ആളുകൾ പാരമ്പര്യ സഭകൾ വിട്ടുപോകുന്നത്? നിങ്ങളുടെ ആത്മീയത, ഇന്ന് നിലനിൽക്കുന്ന നിങ്ങളുടെ ആത്മീയത ദൈവവചനപ്രകാരമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്തു അല്ലാത്തവരെ വണങ്ങാനും
ആരാധിക്കാനും ജനങ്ങളെ പരിശീലിപ്പിക്കുന്നതിൻ്റെ, ജനങ്ങൾക്ക് അത്തരം സാഹചര്യങ്ങളെ ബോധപൂർവം ഒരുക്കി കൊടുക്കുന്നതിൻ്റെ അന്തിമമായ ഫലം എന്തായിരിക്കും? ക്രിസ്തു അല്ലാത്തവരെ ആരാധിച്ച് പരിചയപ്പെട്ടവർക്ക് വെളിച്ചത്തിൻ്റെ ദൂതനെ പോലെ വരുന്ന എതിർ ക്രിസ്തുവിനെ എളുപ്പത്തിൽ അംഗീകരിക്കാനും ആരാധിക്കുവാനും സാധിക്കും എന്നുള്ള ഒരു തന്ത്രം ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? വിശ്വാസങ്ങളെ നിങ്ങൾക്ക് നിർമ്മിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യാം. എന്നാൽ അവ സൂചിപ്പിക്കുന്ന നിർദ്ദിഷ്ട യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഉദാഹരണമായി, ശുദ്ധീകരണ സ്ഥലമുണ്ടെന്ന ഉപദേശം നിങ്ങൾക്ക് പഠിപ്പിക്കാം. അത്തരം ഉപദേശങ്ങൾ നിങ്ങൾക്ക് നിർമ്മിക്കാം. പക്ഷേ ഇല്ലാത്ത ശുദ്ധീകരണ സ്ഥലം നിർമ്മിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. മനുഷ്യരുടെ ചിന്താമണ്ഡലങ്ങളിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉപദേശങ്ങളിലൂടെ, പ്രബോധനങ്ങളിലൂടെ പറഞ്ഞവരെ ബോധ്യപ്പെടുത്താം. പക്ഷേ അത്തരമൊരു സ്ഥലം നിർമ്മിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ല. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടത്, യാഥാർത്ഥ്യമല്ലാത്തതിൽ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് നുണയും വഞ്ചനയുമാണ്. അത് സാത്താൻ്റെ പ്രേരണയിലാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നത്. വിജാതീയരുടെ സകല ദേവന്മാർക്കുമായി സമർപ്പിക്കപ്പെട്ടിരുന്ന ആ സാഹചര്യങ്ങളെ 6-ാം നൂറ്റാണ്ടിൽ സകല വിശുദ്ധർക്കുമായി സമർപ്പിക്കപ്പെടുകയും സകല വിശുദ്ധരുടെയും തിരുനാൾ ആചരണം ആരംഭിക്കുകയും ചെയ്തപ്പോൾ, വാസ്തവത്തിൽ വിജാതീയരുടെ ഒരു തെറ്റായ ആചാരത്തെ മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു തെറ്റിനെ സ്ഥാപിക്കുകയായിരുന്നില്ലേ പാരമ്പര്യ സഭകൾ ചെയ്തത്? സ്വർഗത്തിൽ യേശുവല്ലാതെ മറ്റാരും മധ്യസ്ഥം വഹിക്കുന്നില്ല എന്ന് 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിൽ തെളിയിക്കുന്നില്ലേ? അപ്പോൾ താങ്കൾക്ക് നേരിട്ട് യേശുവിനെ സമീപിക്കുവാൻ കഴിയില്ല എന്ന് താങ്കളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ആത്മീയ ശക്തി ദൈവികമാണോ എന്ന് താങ്കളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. റോമാ സഭക്കാർ, റോമൻ കത്തോലിക്കർ, അതുപോലെ ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും ഒക്കെ യേശുവിനും സുവിശേഷത്തിനും വേണ്ടി വാദിക്കുന്നതിനേക്കാൾ അവരുടെ സഭാപ്രസ്ഥാനത്തിന് വേണ്ടി വാദിക്കുന്നില്ലേ? അവരുടെ പ്രായോഗിക ജീവിതത്തിൽ യേശുവിനേക്കാൾ ഏറെ നിറഞ്ഞു നിൽക്കുന്നത് സഭാപ്രസ്ഥാനവും വിശുദ്ധരും മറിയവുമൊക്കെയല്ലേ? റോമാ സഭക്കാരുടെ യേശു പലപ്പോഴും ഉണ്ണിയേശുവാണ്, അല്ലെങ്കിൽ കുരിശിൽ കിടക്കുന്ന യേശുവാണ്. ഇപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവുമുള്ള സർവശക്തനായ യഥാർത്ഥ യേശുവിനെ ആണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വഹിക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വഹിക്കുന്നത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണോ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് തൻ്റെ ജഡശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ച് ക്രൂശിൽ മേൽ കയറി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? സ്വർഗത്തിലിരിക്കുന്ന, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള സർവശക്തനായ യേശുവാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? അത് ഒരു ഉണ്ണി യേശുവാണോ? അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള ബോധം, ശരിയായ അവബോധം, യാഥാർത്ഥ്യ ബോധം, വചനത്തിൽ അധിഷ്ഠിതമായ സത്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ദുരാചാരങ്ങളിലൂടെ ദുഷ്ടാത്മാക്കൾ പകരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. സെമിറാമിസ് മഡോണ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഇന്ന് പലരും മറിയത്തെ മഡോണ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ഇന്നത്തെ മറിയമെന്ന മഡോണ യഥാർത്ഥത്തിൽ ചരിത്രപരമായി ആചാരങ്ങളിലൂടെ സെമിറാമിസ് മറ്റൊരു രൂപത്തിൽ അവതരിക്കുന്ന ഒരു രീതിയല്ലേ?
ബൈബിളിലെ യേശുവിൻ്റെ അമ്മയായ മറിയം തന്നെയാണ് ഇന്ന് സഭകളിൽ വണങ്ങപ്പെടുന്ന മറിയം മഡോണ എന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത്? ആത്മീയമായ ആൾമാറാട്ടം, ഒരു ആത്മീയ വഞ്ചന എന്ന നിലവാരത്തിൽ സഭകളിൽ സാത്താൻ പ്രയോഗിക്കുന്നില്ല എന്ന് എങ്ങനെ ബോധ്യപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും? വചനപ്രകാരമില്ലാത്ത എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉപേക്ഷിക്കുവാൻ, ക്രിസ്തുവിനോട് ചേരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇത്തരം വചനവിരുദ്ധമായ ആചാരങ്ങളെ ഉപേക്ഷിക്കുവാൻ കഴിയും. മറിയത്തെ മഡോണ എന്ന് വിളിച്ച് ആദരിച്ച് മഡോണയുടെ പ്രതിമകളെ വണങ്ങി ആരാധിക്കുന്ന വചനവിരുദ്ധമായ ആചാരങ്ങളിലൂടെ യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന തന്നെയാണ് നടക്കുന്നത് എന്ന് ആത്മാവിൽ സത്യസന്ധതയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തരം വിഗ്രഹാരാധനയിലൂടെ അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മശക്തികൾക്ക് തങ്ങളുടെ ജീവിതത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ അത്തരം ഭക്തർ ചെയ്യുന്നത് എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് തന്നെ നല്ലത്. കാവിയുടുത്തും മരക്കുരിശ് ഏന്തിയും മുട്ടിന്മേലിഴഞ്ഞും ദീക്ഷ വളർത്തിയും പാപഭാരത്തിൻ്റെ പ്രതീകമായി പാറക്കഷണം തലയിൽ ചുമന്നും മല കയറുക എന്നൊക്കെയുള്ള ആചാരങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കുന്നത് എത്രയോ അപമാനകരമായ കാര്യമാണ്. ക്രിസ്തുവിനെ അപമാനിക്കുന്നതിൻ്റെ ഭാഗമല്ലേ ഇതൊക്കെ? 10,000 മുതൽ 50,000 വരെ ലീറ കൊടുത്താൽ മാർപ്പാപ്പായുടെ അപ്പസ്തോലിക ആശീർവാദവും പൂർണ്ണമായ പാപ വിമോചനവും നിങ്ങളുടെ പേരിൽ രേഖപ്പെടുത്തിയ മനോഹരമായ ചില്ലിട്ട് വയ്ക്കാവുന്ന സാക്ഷ്യപത്രവും ഒക്കെ കിട്ടും എന്നൊക്കെയുള്ള പ്രസ്താവന ശരിയാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളും പ്രമാണങ്ങളും വിശ്വാസങ്ങളും പ്രയോഗത്തിൽ വരുത്തുവാൻ ഒരു സഭാപ്രസ്ഥാനത്തിന് കഴിയുക? അതിൻ്റെയൊക്കെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ്? അതൊക്കെ ദൈവവചനപ്രകാരമല്ലെന്നും ദൈവികമല്ലെന്നും പരിശുദ്ധാത്മ പ്രേരിതമല്ലെന്നും തിരിച്ചറിയുവാൻ ഓരോ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും കഴിയേണ്ടതല്ലേ? പത്രോസിന് ദൈവനിയോഗിതമായ പിൻഗാമിയുണ്ട് എന്ന പ്രസ്താവനയ്ക്ക് ബൈബിളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? പോപ്പ് പത്രോസിൻ്റെ പിൻഗാമിയോ അതോ ബാബിലോൺ മതത്തിൻ്റെ മഹാപുരോഹിതൻ്റെ പിൻഗാമിയോ എന്ന് ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? റോമാ മതത്തിൽ അധികാരികൾക്ക് അധികാരദാഹമുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് 3 ലോകത്തിലും അധികാരമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന 3 തട്ടുള്ള കിരീടത്തിൽ വികാരിവിസ് ഫീലി ദെയി, ദൈവപുത്രൻ്റെ വികാരി എന്ന് എഴുതിയിരിക്കുന്നു. ഇത് ന്യായമാണോ? വികാരിവ്സ് ഫീലി ദെയി എന്നതിലെ ലാറ്റിൻ അക്ഷരങ്ങളുടെ ആകത്തുക 666 കിട്ടുന്നു എന്നൊക്കെയുള്ള ഒരു കണക്ക് കൂട്ടലുകളുണ്ട്. അതേപ്പറ്റി താങ്കൾ കേട്ടിട്ടുണ്ടോ? എതിർ ക്രിസ്തുവിൻ്റെ നമ്പർ 666 ആയിരിക്കും എന്നും ബൈബിൾ പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ. ഇതൊക്കെ എന്തൊക്കെ സൂചനകളാണ് മനുഷ്യന് നൽകുന്നത്? പോപ്പ് തൻ്റെ പ്രസ്ഥാനത്തിലൂടെ ജനങ്ങളെ ഒരുക്കുന്നത് ക്രിസ്തുവിൻ്റെ വരവിനായിട്ടാണോ അതോ എതിർ ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ജനങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണോ? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ജനങ്ങളെ രൂപീകരിക്കുന്നതിനാണോ ഇത്തരം പ്രസ്ഥാനങ്ങൾ ഇന്ന് ഒരു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് താങ്കളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. തിരുസ്വരൂപങ്ങളുടെയും കുരിശുരൂപത്തിൻ്റെയും മുമ്പിൽ വണങ്ങുന്നത് ദൈവഹിത പ്രകാരമാണോ? എന്തുകൊണ്ടാണ്? അതൊക്കെ ചില ഭൗതിക രൂപങ്ങളാണ്. അതിൻ്റെ പിന്നിലുള്ള ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരും എന്നൊക്കെയുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിലും
അത്തരം രീതികൾ സ്വീകരിക്കരുത് എന്ന് ദൈവവചനത്തിൽ മുന്നറിയിപ്പുള്ളപ്പോൾ എന്തുകൊണ്ടാണ് അത്തരം ദൈവവചനത്തിൻ്റെ പ്രബോധനങ്ങളെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹിതപ്രകാരമുള്ള ആചാരങ്ങളുടെ പിന്നാലെ വീണ്ടും പോകുന്നത്? ദൈവികമായ ആശയങ്ങളും ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഇടങ്ങളിൽ അങ്ങനെ ചെയ്യാതെ അതിനെ ഭൗതികമായ രൂപങ്ങളുണ്ടാക്കി വണങ്ങുന്നത് വിഗ്രഹാരാധനയാണ് എന്ന് വചനം കൃത്യമായി പറയുമ്പോൾ അതിനെ കൂട്ടാക്കാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യുന്നത് ശരിയാണോ? യേശുവും അപ്പസ്തോലന്മാരും ആരുടെയെങ്കിലും തിരുശേഷിപ്പ് വിതരണം ചെയ്യണമെന്നോ പ്രതിമകളെ വണങ്ങണമെന്നോ പറഞ്ഞിട്ടുണ്ടോ? ആത്മീയമായി വീണ്ടും ജനിക്കാത്ത, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിയാത്ത ജഡീക മനുഷ്യരല്ലേ ദൈവത്തെ പ്രതിമകളിലൂടെ കാണുവാൻ ശ്രമിക്കുന്നത്? തിരുശേഷിപ്പിൻ്റെ വിതരണത്തിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും നിങ്ങൾക്കുണ്ടോ? സത്യവിരുദ്ധമായി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവയിൽ നിന്നൊക്കെ ആരെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നുണ്ടോ? സാത്താൻ മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി ചില മൃതദേഹങ്ങളെ ഉപയോഗിക്കില്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? മോശയുടെ മൃതദേഹത്തിനായി സാത്താൻ പൊരുതിയില്ലേ? പല മതവിഭാഗങ്ങളിലും തിരുശേഷിപ്പായി വച്ചിരിക്കുന്ന മൃതദേഹങ്ങളുടെ മുടി, നഖം എന്നിവ വളരുന്നതായി കാണുന്നു. ഇതിൻ്റെയൊക്കെ രഹസ്യം എന്തായിരിക്കാം? ആത്മീയ രഹസ്യം എന്തായിരിക്കാം? ദൈവം അതൊക്കെ ചെയ്യും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇത്തരം ആചാരങ്ങളിലുള്ള വിശ്വാസം മനുഷ്യ മനസ്സുകളിൽ ഉണർത്തുവാനും തെറ്റായ ആചാരങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുവാനുമായി സാത്താൻ ചെയ്യുന്ന ചെപ്പടി വിദ്യകളാണ് ഇവ എന്നുള്ളതിൽ എന്താണ് ഒരു സംശയം? തിരുശേഷിപ്പ് എന്ന സുന്ദരവാക്കിൻ്റെ മറവിൽ മരിച്ച മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളെ വണങ്ങുന്നത് മനുഷ്യൻ്റെ അന്തസ്സിന് ചേർന്ന കാര്യമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മനുഷ്യ അന്തസ്സിന് ചേരാത്ത ഇത്തരം ആചാരങ്ങൾക്ക് അടിസ്ഥാനമായി ഏതെങ്കിലും സത്യസന്ധമായ ഉദാഹരണം ബൈബിളിൽ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്തിനാണ് ഇത്തരം ദുരാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി പാരമ്പര്യങ്ങളെ ഉണ്ടാക്കിയിട്ട് പാരമ്പര്യങ്ങളെ വചനത്തിൻ്റെ മേൽ ദൈവവചനത്തിനേക്കാളും ആധികാരികമായി ചിത്രീകരിക്കുന്നത്? എത്രയോ പൈശാചികമായ ഒരു നിലപാടാണ് എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറിയത്തിൻ്റെയോ വിശുദ്ധന്മാരുടെയോ യേശുവിൻ്റെയോ ഒക്കെ രൂപമുണ്ടാക്കാം. എന്നാൽ അതിന് യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തോട് എന്ത് ബന്ധമാണുള്ളത്? യഥാർത്ഥ വിശുദ്ധരോട് എന്ത് ബന്ധമാണുള്ളത്? ബൈബിൾ എല്ലാ വിശ്വാസികളെയും വിശുദ്ധരായിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചില സഭകൾ ചില മരിച്ച വിശ്വാസികളെ മാത്രം വിശുദ്ധരായി കണക്കാക്കുന്നത്? എന്തുകൊണ്ടാണ് ചില സഭകൾ ബൈബിൾ വിരുദ്ധമായ രീതിയിൽ ചിലരെ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കുകയും അവരോട് പ്രാർത്ഥിക്കുവാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത്? അൽമായർക്ക് ഇതുവരെ ഇപ്രകാരം വിശുദ്ധരാകുവാൻ വളരെ കുറച്ചു മാത്രം ചാൻസുകളെ ലഭിച്ചിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? പുരോഹിത വർഗത്തിൽ നിന്ന് തരം താഴ്ന്ന ഒരു വർഗമാണോ അൽമായർ? അങ്ങനെ ഒരു വിഭാഗീയത ദൈവവചനത്തിലുണ്ടോ? മാത്രമല്ല, ആനയ്ക്ക് കുർബാന കൊടുക്കുക, വളർത്തു മൃഗങ്ങളെ സ്നാനപ്പെടുത്തുക മുതലായ ദുരാചാരങ്ങൾ ചില പാരമ്പര്യ സഭകളിൽ നടന്നതായി കേട്ടിട്ടുണ്ട്. ഇതിനോടൊക്കെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? എന്തിനാണ് നമ്മൾ അനാവശ്യമായ ആചാരങ്ങളൊക്കെ വച്ചു പുലർത്തി ദൈവികമായ വചനത്തെയും ദൈവികമായ നമ്മുടെ ആത്മീയ ജീവിതത്തെയും മലീമസമാക്കുന്നത്? എന്തുകൊണ്ടാണ് ചില സഭകൾ
ജീവിക്കുന്നവനും പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്നവനും സർവശക്തനുമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് പകരം മരിച്ച മനുഷ്യരോട് പ്രാർത്ഥിക്കുവാൻ സാധുക്കളായ ചിന്താശേഷിയില്ലാത്ത സാധാരണക്കാരെ പ്രേരിപ്പിച്ച് വഴിതെറ്റിക്കുന്നത്? പിതാവായ ദൈവത്തെ യേശുക്രിസ്തുവിലൂടെ നേരിട്ട് സമീപിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനുമുള്ള എല്ലാവിധ സഹായങ്ങളും അവസരങ്ങളും നമുക്ക് ലഭ്യമാണ് എന്ന് ബൈബിളിൽ നിന്നും വളരെ തെളിവായിരിക്കെ, വ്യക്തമായിരിക്കെ, പിന്നെ നാം എന്തിനാണ് മറിയത്തോടും മറ്റ് വിശുദ്ധരോടും പ്രാർത്ഥിക്കുന്നത്? യേശുവിനെ നേരിട്ട് സമീപിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുള്ളപ്പോൾ മറിയത്തെയും വിശുദ്ധരെയും സമീപിച്ച് എന്തിനാണ് നമ്മുടെ ദൈവികമായ സ്വാതന്ത്ര്യവും അവകാശവും നഷ്ടമാക്കി നമ്മുടെ തന്നെ തെറ്റായ ആലോചനയ്ക്കും ഭാവനകൾക്കും മനുഷ്യനിർമ്മിതവും ദൈവവചനത്തിന് വിരുദ്ധവുമായ പാരമ്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് ക്രിസ്തുവിലുള്ള നിന്റെ സ്വാതന്ത്ര്യം നീ നശിപ്പിക്കുന്നത്? അത് വല്ലാത്തൊരു നഷ്ടമല്ലേ? നമ്മുടെ തൊട്ട് മുമ്പിലുള്ള അവസരങ്ങളെ നാം തട്ടിക്കളയുകയല്ലയോ? ദൈവ സാന്നിധ്യത്തെ നശിപ്പിക്കുകയല്ലയോ ചെയ്യുന്നത്? യേശുവും അപ്പസ്തോലന്മാരും മറിയത്തോടോ വിശുദ്ധന്മാരോടോ ഒക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ലല്ലോ. അപ്പസ്തോലന്മാർ ഏതെങ്കിലും വിശുദ്ധരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് മരിച്ച വിശുദ്ധരോട് പ്രാർത്ഥിക്കാമെന്ന് തെളിയിക്കുന്നില്ല. മാത്രമല്ല, ആ മനുഷ്യൻ്റെ, ആ മരിച്ചുപോയ, നശിച്ചുപോയ ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതുമില്ല. ശിക്ഷിക്കപ്പെട്ടതും മരിച്ചതുമായ ഒരാളുടെ, ആ ധനവാന്റെ പെരുമാറ്റം ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് ഒരിക്കലും മാതൃകയല്ല. അതിൽ നിന്നൊന്നും ഒരു ഉദാഹരണമെടുത്ത് മരിച്ചവരോടുള്ള പ്രാർത്ഥനയും മധ്യസ്ഥവും ഒന്നും ന്യായീകരിക്കുവാൻ കഴിയുന്നില്ല എന്ന് ആ അധ്യായം വായിക്കുന്ന ഒരു സാധാരണക്കാരന് മനസ്സിലാകും. എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് പണ്ഡിതരെന്ന് വ്യാമോഹിക്കുന്ന ചിലർ അതിൻ്റെയൊക്കെയും അടിസ്ഥാനത്തിൽ വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ന്യായീകരിക്കുന്നത്? വളരെ പരിഹാസ്യമല്ലേ? തങ്ങൾ വിശുദ്ധരെന്ന് വിളിക്കുന്നവരൊക്കെ വാസ്തവത്തിൽ സ്വർഗത്തിലുണ്ടെന്ന് വിശുദ്ധ ഭക്തർ എങ്ങനെ അറിയും? ജനങ്ങൾക്ക് മാതൃകയായി തീരുന്ന ഇത്തരം വിശുദ്ധർ യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവമുള്ളവരായിരുന്നു. സ്വർഗത്തിലുള്ള വിശുദ്ധർ ആരൊക്കെയെന്ന് യേശു ക്രിസ്തുവിന് മാത്രമല്ലേ അറിയൂ? യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്തുകൊണ്ടാണ് വിശുദ്ധരോടുള്ള പ്രാർത്ഥനയെപ്പറ്റി സൂചിപ്പിക്കാത്തത് എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിനെ നിരസിച്ചാൽ ദൈവത്തിന് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം ദൈവത്തിന് യേശുവിനേക്കാളും ഉപരിയായി മറ്റൊന്നുമില്ല. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ്, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണ്. എനിക്കും നിനക്കും വേണ്ടി മരിച്ചവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്, ദൈവപ്രതിമയാണ്. മറ്റാരേക്കാളും സ്നേഹവും കരുണയും താഴ്മയും ഉള്ളവനാണ്. അവനെ സമീപിക്കുവാൻ, നേരിട്ട് സമീപിക്കുവാൻ കഴിയില്ല എങ്കിൽ, അങ്ങനെ ഒരു ചിന്ത നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ യേശുവിനെ വാസ്തവമായി അറിഞ്ഞിട്ടില്ല. പിതാവായ ദൈവത്തിലേക്കുള്ള ഏക വഴി യേശുവാണ്. എന്തുകൊണ്ടാണ് ഈ അടിസ്ഥാന യാഥാർത്ഥ്യം പൂർണ്ണമായി അംഗീകരിക്കുവാൻ പലർക്കും കഴിയാത്തത്? ഇന്ന് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും യേശുവിൻ്റെയും ഒക്കെ പ്രത്യേകതകളും സ്വഭാവവും താരതമ്യം ചെയ്ത് പഠിച്ചാൽ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാകും. സ്പിരിറ്റിസത്തിലെ മീഡിയം അഥവാ മധ്യവർത്തിയും പാരമ്പര്യ സഭകളിലെ മധ്യസ്ഥരും തമ്മിൽ നിങ്ങൾ സാമ്യം കാണുന്നില്ലേ? വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ലഭിക്കുന്നത് ദൈവത്തിനോ അതോ വിശുദ്ധർക്കോ അതോ സാത്താനോ? ഉത്തരം ലഭിക്കുന്നത് സാത്താനിൽ നിന്നാണ്. അതാണ് സത്യം. കാരണം ദൈവം അത്തരം പ്രാർത്ഥനകളെ സ്വീകരിക്കുന്നില്ല. അത്തരം ശക്തികളും ഉത്തരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നുമില്ല. അതുകൊണ്ട് വിശുദ്ധരോടുള്ള ഭക്തി സാത്താന് കൊടുക്കുന്ന ആരാധനയാണ്. അത്തരം ഭക്തർ ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരുന്നില്ല.
എന്നുള്ള യാഥാർത്ഥ്യം നാം ഗ്രഹിക്കണം. അതുകൊണ്ട് വിശുദ്ധ ഭക്തിയിലൂടെയൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. വീണ്ടും ജനിക്കാത്തവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? താങ്കളുടെ ജീവിതത്തിൽ പശ്ചാത്താപത്തിൻ്റെയും മനസ്സുതിരിവിൻ്റെയും വീണ്ടും ജനനത്തിൻ്റെയും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ജനിച്ച ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ലോകരാജ്യത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. എന്നാൽ വീണ്ടും ജനനമെന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്കുള്ള ദൈവം നമുക്കായി വച്ചിരിക്കുന്ന അവകാശങ്ങൾ പ്രാപിക്കുവാനുള്ള ഒരു ജനനമാണ്, ദൈവത്തിൻ്റെ മകനായി മകളായി. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്നു എങ്കിൽ അത് എപ്പോൾ സംഭവിച്ചു, എങ്ങനെ, എന്തിൽ നിന്ന് എന്തിലേക്ക് മനസ്സുതിരിഞ്ഞു എന്ന് താങ്കൾക്ക് ഓർക്കുവാൻ കഴിയുന്നുണ്ടോ? ആ മനസ്സുതിരിവിന് മുമ്പും അതിനുശേഷവുമുള്ള താങ്കളുടെ ജീവിതങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മനസ്സുതിരിവിന് മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ താങ്കൾ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? രക്ഷ പ്രാപിക്കുക എന്നതുകൊണ്ട് താങ്കൾ എന്താണ് അർത്ഥമാക്കുന്നത്? വീണ്ടും ജനിക്കുക എന്നതുകൊണ്ട് താങ്കൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? വീണ്ടും ജനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി എന്ത് ബോധ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്? ദൈവവചനത്തിലെ ഏതെല്ലാം വാഗ്ദാനങ്ങളിലാണ് താങ്കളുടെ രക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? താങ്കൾ ഇന്ന് മരിച്ചാൽ ഉടൻ സ്വർഗത്തിലായിരിക്കും എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? താങ്കളുടെ പാപങ്ങളുടെ മോചനത്തിനും ആത്മാവിൻ്റെ രക്ഷയ്ക്കും വേണ്ടി യേശുക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കാത്ത വ്യക്തി രക്ഷ പ്രാപിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയും, ദൈവവചനപ്രകാരം കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കളുടെ സഭയ്ക്കും മറിയത്തിനും വിശുദ്ധർക്കും താങ്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ കഴിയും എന്ന് ദൈവവചനം എവിടെയെങ്കിലും അടിസ്ഥാനപരമായി പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ദൈവവചനത്തിൽ പ്രമാണവും ദൈവത്തിൻ്റെ പദ്ധതിയും അപ്രകാരം ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മാനുഷിക പ്രസ്ഥാനങ്ങൾ തരുന്ന വാഗ്ദാനങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ രക്തബലിയുടെ ഫലം താങ്കളുടെ ആത്മാവിന് എങ്ങനെ ലഭിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതം ഒന്നേ ഉള്ളൂ. അത് ദൈവ പദ്ധതി പ്രകാരം ക്രമീകരിക്കുന്നില്ല എങ്കിൽ ആത്യന്തികമായി വലിയ നഷ്ടം നിങ്ങൾക്കുണ്ടാകും. ആ നഷ്ടം സംഭവിക്കാതിരിക്കേണ്ടതിനായി ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.